ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഡേയും നൈറ്റും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ എന്ന് പറയാം. കാരണം ഇവിടെ പകൽ തീരെ കുറവാണ്, എപ്പോഴും തന്നെ ഇരുട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞങ്ങൾ എന്തായാലും ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ബ്രിജൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് വന്നപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. ഇവിടെ എവിടെയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് തപ്പി വന്നപ്പോഴേക്കാണ് നമ്മൾ നല്ല ഗൂഗിൾ റിവ്യൂ ആയിട്ട് ഒരു സൽക്കാര റെസ്റ്റോറൻറ്റ് കണ്ടത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതേണ്ട് സൽക്കാര റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നു. സുരേഷിൻ്റെ കണ്ണിൽ നേരെ പെട്ടത് എന്താണെന്നറിയാമോ? അവിടത്തേണ്ട് ബോളിൽ വെച്ചേക്കുന്ന ഈ പഴയ വണ്ടികളിലൊക്കെ ഉണ്ടായിരുന്ന ഈ പോപ്പോ സംഭവങ്ങൾ. അത് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി. അതേ ഒരു സംഭവം ഹോണാണ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പോൾ എന്താണ് കഴിക്കുന്നതെന്നാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും മെനു ഒക്കെ നമ്മൾ കണ്ടു. എത്ര നേരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് വന്നുകൊണ്ട് തന്നെ ആദ്യം ഇച്ചിരി ഫ്രഷ് ജ്യൂസ് തന്നെ അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്ന് കയറിയിരുന്ന് അതിന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അപ്പച്ചന്മാരും വേറെ രാജ്യക്കാർ കുറേ പേര് വന്നിരുന്നു. അവരൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാർട്ടർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിടുക്കാച്ചി ഐറ്റംസ് ആയിരുന്നു നമ്മുടെ സ്റ്റാർട്ടേഴ്സായിട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പ്രസൻറ്റേഷനും. സ്റ്റാർട്ടർ കഴിച്ച് കഴിഞ്ഞപ്പം തന്നെ അടുത്ത ചിന്ത ഇനി എന്താണ് ഇനി മെയിൻ കോഴ്സ്, അതിന് വേണ്ടിയുള്ള നോട്ടമാണ്. കുറേ ലിസ്റ്റുണ്ട്, ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കുന്നു. അവസാനം നമ്മുടെ റെസ്റ്റോറൻറ്റ് മാനേജർ സിബിയോട് തന്നെ ചോദിച്ചു ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഏതാണെന്ന് പറയാൻ. അങ്ങനെ അവരുടെ സെലക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന ആ ഇച്ചിരി സമയം കൊണ്ട് തന്നെ അതേ അപ്പുറത്തുള്ള അപ്പച്ചന്മാർ അവരും ഒരുമായിട്ടെല്ലാം തന്നെ നമ്മൾ കമ്പനി അവരുടെ എല്ലാം കണ്ണ് നമ്മുടെ ടേബിളിലോട്ടാണ്. നമ്മളെന്താണ് കഴിക്കുന്നത്, കാരണം നമ്മളാണല്ലോ പ്രോപ്പർ ഇന്ത്യൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡൊക്കെയാണെന്നാണ് അവരുടെ ചിന്ത. എന്തായാലും നമ്മുടെ ഓരോ ഐറ്റംസ് വീതം നമ്മുടെ ടേബിളിൽ വന്ന് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ഓർഡർ ചെയ്തെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധമില്ല. ഇതെന്ന് വെച്ചാൽ മലബാർ ബിരിയാണിയാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അവരുടെ ഒരു സ്പെഷ്യലായിട്ടൊരു ബിരിയാണിയും കൂടെയാണ് കേട്ടോ, മലബാർ ബിരിയാണി. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ പൊറോട്ടയും കറി ഉണ്ടായിരുന്നു, മീൻ പൊള്ളിച്ചത്, കോക്കനട്ട് റൈസ്, പിന്നെ കുറേ വെറൈറ്റീസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് നമ്മളിപ്പം. എന്തായാലും നമ്മുടെ മലബാർ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കണ്ടിട്ട് നല്ല രസമായിട്ട് തന്നെയുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകും. ഏതൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കെന്നെ അറിയത്തില്ല. എനിക്ക് എല്ലാത്തിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാ ഫുഡിൽ കുറച്ച് ദിവസം കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും എനിക്ക് കോക്കനട്ട് റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മീൻ പൊള്ളിച്ചത്, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ സ്പെഷ്യൽ റൈസ് വന്നിട്ടുണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, നമ്മുടെ വാഴയില പൊള്ളിച്ചത്, അല്ലാതെ ചിക്കൻ, മട്ടൻ എല്ലാ തരവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് തന്നെ എൻ്റെ തലയിലോട്ട് പേരുകൾ പോലും വരുന്നില്ല, കാരണം അത്രയ്ക്കും രസമായിരുന്നു. ഫുഡൊക്കെ ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് സൽക്കാര റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ ബ്രിജൻറ്റിലാണ്. ഇവർക്കൊരു റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ, ഇവർക്കൊരു 6-7 റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ബ്രിജൻറ്റ്, കാർഡിഫ്, ബ്രിസ്റ്റോൾ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ഉള്ളവരാണ്. അതുപോലെ തന്നെ ഒത്തിരി സർവീസ് ഹോം ഡെലിവറി ആയിട്ടാണെങ്കിലും അല്ല ഇപ്പോൾ പാർട്ടികളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണേലും ഈ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ എന്തായാലും കാര്യമായിട്ട് എൻജോയ് ചെയ്യുവാണ് വിട്ടിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ സർവീസ് ഒത്തിരി നല്ല സർവീസായിരുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെ മാനേജർ സിബിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരുപാട് നല്ലതായിരുന്നു. അപ്പൊ നമ്മുടെ സൽക്കാര റെസ്റ്റോറന്റിന്റെ ഓണറാണ് കേട്ടോ സന്തോഷ് ചേട്ടൻ. ഇവിടെ വരുന്നതിന് മുന്നേ എവിടെയായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് പാരഗൺ, പാർട്ട് ഓഫ് പാരഗൺ ആണ്. പാരഗണിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്ത്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ പാരഗണിന്റെ തന്നെ വേറൊരു പേരാണ് സൽക്കാര. 7 കടയുണ്ട്. ഒന്ന് കൊച്ചത്തില്, 2 കാലിക്കല്, 1 ചെഫ് സ്റ്റോറ്, 2 ബ്രിസ്റ്റോള്, 1 ബാംഗ്ലൂർ. ഓ, 7 റെസ്റ്റോറന്റ് ആണല്ലോ. ഒന്നും രണ്ടൊന്നല്ല, 7 റെസ്റ്റോറന്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ലാസ്റ്റ് തുറന്ന നമ്മുടെ റെസ്റ്റോറന്റ് ആണ്. ഇതാണ് ലാസ്റ്റിൽ തോന്നിയിരിക്കുന്നത്. ഞങ്ങളുടെ വരുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷുകാരായിരുന്നു. എല്ലാവരും നല്ല സൗണ്ടൊക്കെ വെച്ച് നല്ല എൻജോയ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഇതാണ് ഇതിന്റെ മാനേജർ കേട്ടോ. മാനേജറെ പറയപ്പെട്ടില്ലല്ലോ. 2014 മുതൽ 10 വർഷമായി. 10 വർഷമായിട്ട് കൂട്ടത്തിലുണ്ടല്ലേ? നാട്ടിലെവിടെയാണ് വീട്? നാട്ടില് പത്തനംതിട്ട. സന്തോഷത്തിന്റെ വീട് കോഴിക്കോട്. മകനും മോളും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെയാണ്. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വെൽഫീൽഡിലോട്ടുള്ള നമ്മുടെ ബ്രാഞ്ചിലാണ് നമ്മുടെ മോള് വർക്ക് ചെയ്യുന്നത്. മോണ്ടിന്റെ ഓൾ ഇൻ ഓൾ. മാനേജറാണ് ആതിര. ബെസ്റ്റായിട്ട് അവള് കസ്റ്റമറെ അത്രയും ഹാപ്പി ആയിട്ടുള്ള
എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ എല്ലാ സർക്കാരിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് തന്നെ തീർച്ചയായിട്ടും. അപ്പം മലയാളികളും എല്ലാവരും ഇംഗ്ലീഷുകാരും എല്ലാവരും നമുക്കറിയാവുന്ന ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുക. ഫുഡുകളില്ല, നമ്മളെല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ്. ഫ്രോസൺ ആയിട്ടൊരു സാധനം നമ്മൾ ഉപയോഗിക്കില്ല. എല്ലാം ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് വെഡിങ് ചെയ്യുന്നത് ഞങ്ങളിപ്പോ 2-3 വെഡിങ് ഇപ്പൊ ഈ അടുത്ത കൊല്ലം നമ്മളുണ്ട്. പിന്നെ സദ്യ, പിന്നെ ഈ ക്രിസ്മസ് പാർട്ടീസ് ഒക്കെ കാടിപ്പുല് അല്ലെങ്കിൽ പ്ലിമത്ത് വരെ നമുക്ക് ഈ പ്രാവശ്യം ഓടും. പ്ലിമത്ത് വരെ നമുക്ക് ഓടും ഈ പ്രാവശ്യം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ വന്നാലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. എത്ര പേർക്കാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്തു അതുപോലെ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈ നമ്പർ കൊടുത്തേക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്ത് ഫംഗ്ഷൻ വന്നാലും തീർച്ചയായിട്ടും സന്തോഷേട്ടനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇപ്രാവശ്യം മലയാളികളാണ് നമ്മളിപ്പോ ഈ എയർപോർട്ടിൽ നമുക്കൊരു വെഡിങ് ഉള്ളത്. അങ്ങനെ എല്ലാ പരിപാടിയും എന്ത് പരിപാടികളും നമ്മൾ ഫുഡ് സംബന്ധമായി ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു വർഷം ഉണ്ടാവില്ല. കാരണം ഫ്രഷാണ്. എന്തും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും സന്തോഷേട്ടനെ കാണാനും പരിചയപ്പെടാനും പറ്റിയ സന്തോഷം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസേർട്ട്സ് തരാനാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ സൂപ്പർ പ്രസൻറ്റേഷൻ ആയിരുന്നു. അതൊന്നും പറയാൻ ഒരു വാക്കുകളും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് നമുക്ക് എന്തായാലും നമ്മുടെ റെസ്റ്റോറൻറ്റ് മാനേജർ സിബിയോട് തന്നെ ചോദിക്കാം. പറഞ്ഞോ, എന്തൊക്കെയാന്ന് പറഞ്ഞോളൂ. ഇത് ഗുലാബ് ജാമുൻ വിത്ത് വനില ഐസ്ക്രീം. ഓക്കെ. അത് ചോക്കോമോസ, കാരമലൈസ്ഡ് ബനാന വിത്ത് ചോക്കോമോസ, വനില ഐസ്ക്രീം ഓൺ ദി സൈഡ്. ഓക്കെ. തന്തൂരി പൈനാപ്പിൾ. ഓക്കെ. കാരമലൈസ്ഡ് ബനാന വിത്ത് ചോക്കോമോസ. ഓക്കെ. ക്രീം ബ്രൂലേ. ഓക്കെ. മാംഗോ പാഷൻ ഫ്രൂട്ട് സോർബേ. വാവ്. Thank you. Looking so good. മാംഗോ ഐസ്ക്രീം. ഇത് കണ്ടിട്ട് ഭയങ്കര ടെൻഡിങ്. അതിൻ്റെ ആ പാത്രം കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പറാണ്. പൈനാപ്പിൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഡെസേർട്ട്സ് എല്ലാം തന്നെ സൂപ്പറായിരുന്നു. ഞങ്ങൾ എല്ലാത്തിനും ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്തു കേട്ടോ. കാരണം വയറ്റിൽ ഇടയൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് വയറ് നിറഞ്ഞില്ല. അവസാനം ആകുമ്പോഴേക്ക് ഇതാണ് ഏറ്റവും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നമുക്ക് വയറ് തികയാത്തതും. എന്തായാലും അവസാനം ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വളരെ സന്തോഷമായിട്ട് നമ്മൾ പിരിയുവാണ്. എവിടെയെങ്കിലും വെച്ച് കാണാം. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് നടക്കാൻ പോലും വയ്യ. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും പോയി ട്രൈ ആവുന്ന റെസ്റ്റോറൻ്റ് ആണ് സൽക്കാര റെസ്റ്റോറൻറ്റ്. ബ്രിജൻറ്റിലാണുള്ളത്. ഇവർക്ക് പല ബ്രാഞ്ചസ് പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കാവുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.